നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ വ്യത്യസ്ത മിററുകളിലെ പ്രതിബിംബ രൂപീകരണം, ഇമേജ് ഫോർമേഷൻ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഓരോ മിററുകളിലും രൂപപ്പെടുന്ന ഇമേജുകൾ വ്യത്യസ്ത സ്ഥാനങ്ങളിലാണെന്നും അതുപോലെ അവയുടെ സവിശേഷതകളും വ്യത്യസ്തമായിരിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ കോൺകേവ് മിററുകളെ സംബന്ധിച്ചിടത്തോളം അതിനു മുന്നിൽ വസ്തുവിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ഇമേജിൻ്റെ സ്ഥാനവും അതിൻ്റെ സവിശേഷതകളും ഫീച്ചേഴ്സും മാറുമെന്നും മനസ്സിലാക്കി. നാം നമ്മുടെ നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും മിററുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ സന്ദർഭങ്ങളിലും മിററുകളുടെ പ്രത്യേകമായ സവിശേഷതകളാണ് അവിടെ നാം പ്രയോജനപ്പെടുത്തുന്നത്. നിങ്ങളുടെ പുസ്തകത്തിൽ ഇത് സൂചിപ്പിക്കുന്ന ഒരു പട്ടിക 4:3 കൊടുത്തിട്ടുണ്ട്. അതായത് 4ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പട്ടിക. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. അതിൽ കോൺവെക്സ് മിറർ റെയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് പിറകോട്ട് തിരിഞ്ഞു നോക്കാതെ തന്നെ പിന്നിലൂടെയും വശങ്ങളിലൂടെയും വരുന്ന മറ്റു വാഹനങ്ങൾ കാണുന്നതിനാണല്ലോ റെയർ വ്യൂ മിറർ ഉപയോഗിക്കുന്നത്. ഈ ആവശ്യത്തിനായി നാം കോൺവെക്സ് മിററുകളാണ് ഉപയോഗിക്കുന്നത് എന്നല്ല, കോൺവെക്സ് മിററുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ആവശ്യത്തിന് കൂടുതൽ പ്രയോജനകരമാകുന്ന എന്തെങ്കിലും സവിശേഷതകൾ ഇതിനുണ്ടാകണമല്ലോ. ഒന്നാമത്തെ സവിശേഷത, കോൺവെക്സ് മിററിന് വീക്ഷണ വിസ്തൃതി അഥവാ ഫീൽഡ് ഓഫ് വ്യൂ കൂടുതലാണ് എന്നതാണ്. എന്താണ് ഈ വീക്ഷണ വിസ്തൃതി, ഫീൽഡ് ഓഫ് വ്യൂ? നിങ്ങൾ ഒരേ വലിപ്പമുള്ള ഒരു പ്ലെയിൻ മിററും ഒരു കോൺവെക്സ് മിററും തുറസ്സായ ഒരു സ്ഥലത്തിന് അഭിമുഖമായി പിടിക്കുക. അപ്പോൾ പ്ലെയിൻ മിററിൽ നിന്നും വ്യത്യസ്തമായി വളരെ വിസ്തൃതമായ പ്രദേശത്തിൻ്റെ ദൃശ്യം നിങ്ങൾക്ക് കോൺവെക്സ് മിററിൽ കാണാൻ കഴിയും. അതായത് കോൺവെക്സ് മിററാണ് ഒരു വാഹനത്തിൽ റെയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ വിസ്തൃതിയിലും വിദൂരതയിലും പിൻഭാഗ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതായത് വളരെ ദൂരത്തുള്ള വസ്തുവിനെ പോലും വ്യക്തമായി കാണാൻ കഴിയും. ഇതുകൂടാതെ കോൺവെക്സ് മിറർ രൂപപ്പെടുത്തുന്ന ഇമേജ് ചെറുതായതിനാൽ ഒരു ചെറിയ കണ്ണാടിയിൽ പിന്നിൽ നിന്നും വരുന്ന വാഹനത്തെ, അത് ഒരു വലിയ വാഹനമായാൽ പോലും അതിൻ്റെ പൂർണ്ണമായ രൂപം കാണാനാകും എന്നതാണ്. എന്നാൽ ഇതേ സ്ഥാനത്ത് നാം ഒരു പ്ലെയിൻ മിററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വാഹനത്തിൻ്റെ അതേ വലിപ്പമുള്ള ഇമേജ് കണ്ണാടിക്കകത്ത് രൂപപ്പെടുന്നതിനാൽ വസ്തുവിൻ്റെ ഒരു ഭാഗം മാത്രമേ അതിൽ ഉൾക്കൊള്ളുകയുള്ളൂ. അതിനാൽ പിറകിൽ നിന്നും വരുന്ന വാഹനത്തെ ഭാഗികമായി മാത്രമേ നമുക്ക് കാണാനാകൂ. അതിനാൽ പലപ്പോഴും ആ വാഹനം ഏതെന്ന് വ്യക്തമാകാത്ത അവസ്ഥയും ഉണ്ടാകും. ചുരുക്കത്തിൽ എറക്റ്റായിട്ടുള്ള, അതായത് നിവർന്നതും ചെറുതും വ്യക്തതയുമുള്ള ഇമേജ് രൂപപ്പെടുത്തുന്നു. അതുപോലെ വീക്ഷണ വിസ്തൃതി കൂടുതലാണ്, ഫീൽഡ് ഓഫ് വ്യൂ കൂടുതലാണ് എന്നിവയാണ് റെയർ വ്യൂ മിററായി കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ. ഇനി നമുക്ക് കോൺകേവ് മിററിൻ്റെ ചില ഉപയോഗങ്ങൾ പരിശോധിക്കാം. കോൺകേവ് മിററുകളെ സോളാർ ഫർണസുകളിൽ അതുപോലെ സോളാർ കുക്കറുകളിൽ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു കോൺകേവ് മിററിലേക്ക് പാരലലായി പതിക്കുന്ന പ്രകാശരശ്മികളെ, ലൈറ്റ് റേസിനെ മുഖ്യ ഫോക്കസിൽ, പ്രിൻസിപ്പൽ ഫോക്കസിൽ കേന്ദ്രീകരിക്കുവാനുള്ള കോൺകേവ് മിററിൻ്റെ കഴിവാണ് ഇവിടെ നാം പ്രയോജനപ്പെടുത്തുന്നത്. ഈ ചിത്രം ഒന്ന് നോക്കൂ. വിദൂരത്തു നിന്നും, വളരെ ദൂരത്തു നിന്നും വരുന്ന പ്രകാശരശ്മികൾ ലൈറ്റ് റേസ് കോൺകേവ് മിററിൽ പതിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പ്രിൻസിപ്പൽ ഫോക്കസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. സൂര്യന് അഭിമുഖമായി ഒരു കോൺകേവ് മിറർ പിടിച്ച് അതിലേക്ക് വെയിൽ പതിപ്പിക്കുന്നുവെന്ന് കരുതുക. സോളാർ റേഡിയേഷനിലുള്ള താപവികിരണങ്ങൾ, ഹീറ്റ് റേഡിയേഷൻസ് ഇത്തരത്തിൽ ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ
അവിടെ അത്യുഗ്രമായ ചൂടുണ്ടാകുകയും അത് ജലം തിളപ്പിക്കുന്നതിനും മറ്റും ഉപയോഗിക്കുവാനും കഴിയും. അതിനാൽ സോളാർ കുക്കർ, സോളാർ ഫർണസ് എന്നിവയിൽ ഇത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. കോൺകേവ് മിറർ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തെ തീപ്പെട്ടിക്കൊള്ളിയിലും കടലാസിലും പതിപ്പിച്ച് അവ നിങ്ങൾ കത്തിക്കാറുണ്ടല്ലോ. അവിടെയും കോൺകേവ് മിററിൻ്റെ ഈ സവിശേഷതയാണ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. അതുപോലെ കോൺകേവ് മിററുകൾ ഉപയോഗപ്പെടുത്തുന്ന മറ്റൊരു സന്ദർഭമാണ് സെർച്ച് ലൈറ്റുകൾ, ടോർച്ച് എന്നിവ. അതായത് ഒരു പ്രകാശം ചിതറി വ്യാപിക്കാതെ ദൂരേക്ക് എത്തിക്കുന്നതിന് കോൺകേവ് മിററുകളെ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഒരു കോൺകേവ് മിററിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്നും വരുന്ന പ്രകാശരശ്മികൾ റിഫ്ലക്ഷൻ ശേഷം പാരലലായി തിരിച്ചു പോകും എന്ന സവിശേഷതയാണ് ഇവിടെ നാം പ്രയോജനപ്പെടുത്തുന്നത്. ഈ ചിത്രത്തിൽ നിന്നും ഇക്കാര്യം വ്യക്തമാകും. ഒരു കോൺകേവ് മിററിൻ്റെ ഫോക്കസിൽ ഒരു ലാമ്പ് വെച്ച് പ്രകാശിപ്പിച്ചിരിക്കുന്നു. ലാമ്പിൽ നിന്ന് വരുന്ന പ്രകാശം കോൺകേവ് മിററിൽ പതിക്കുമ്പോൾ റിഫ്ലക്ഷൻ ശേഷം, പ്രതിപതനത്തിന് ശേഷം അത് പാരലലായി തിരിച്ചു പോകുന്നത് കാണുന്നില്ലേ? നിങ്ങൾ ഒരു ടോർച്ചിൻ്റെ മുൻഭാഗത്തുള്ള ഗ്ലാസ് കവർ അഴിച്ചു നോക്കിയാൽ സ്റ്റീൽ നിർമ്മിതമായ ഒരു കോൺകേവ് മിറർ അതിൽ കാണാം. അതിനു മുന്നിലായി അതിൻ്റെ മുഖ്യ ഫോക്കസിലാണ്, പ്രിൻസിപ്പൽ ഫോക്കസിലാണ് ലാമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. ലാമ്പ് പ്രകാശിക്കുമ്പോഴുണ്ടാകുന്ന പ്രകാശം ഈ മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് സമാന്തരമായി, പാരലലായി ദൂരേക്ക് പോവുകയാണ് ചെയ്യുക. ചിലപ്പോഴൊക്കെ നാം ടോർച്ചടിക്കുമ്പോൾ പ്രകാശം ദൂരേക്ക് പോകുന്നതിന് പകരം അത് വളരെ അടുത്ത പ്രദേശത്ത് ചിതറി വ്യാപിക്കാറുണ്ട്. അവിടെ ലാമ്പ് കൃത്യമായും കോൺകേവ് മിററിൻ്റെ ഫോക്കസിൽ അല്ലാതാകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ അതിൻ്റെ മൗത്ത് ആവശ്യാനുസരണം അല്പം മുന്നോട്ടോ പിന്നോട്ടോ തിരിച്ചു നീക്കിയാൽ അതിനകത്തുള്ള ബൾബ് മിററിൻ്റെ ഫോക്കസിൽ ക്രമീകരിക്കപ്പെടുകയും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞവസാനിപ്പിക്കുന്നത്, സെർച്ച് ലൈറ്റുകൾ, ടോർച്ച് എന്നിവയിൽ കോൺകേവ് മിററുകൾ ഉപയോഗിക്കാറുണ്ട്. ഫോക്കസിൽ നിന്നും മിററിൽ പതിക്കുന്ന ലൈറ്റ് റേസ് റിഫ്ലക്ഷൻ ശേഷം പാരലലായി കടന്നു പോകുന്നു എന്ന വസ്തുതയാണ് അവിടെ നാം പ്രയോജനപ്പെടുത്തുന്നത്. കോൺകേവ് മിറർ പ്രയോജനപ്പെടുത്തുന്ന മറ്റൊരു സന്ദർഭം കൂടി ഈ പട്ടികയിൽ സൂചിപ്പിക്കുന്നുണ്ട്. മേക്കപ്പ് മിററായി ഉപയോഗിക്കുന്നു, ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നു. അതുപോലെ ഡെന്റിസ്റ്റുകൾ പല്ലുകൾ നിരീക്ഷിക്കുന്നതിനും കോൺകേവ് മിററുകൾ ഉപയോഗിക്കാറുണ്ട്. ഒരു കോൺകേവ് മിററിന് അതിൻ്റെ പോളിനും പ്രിൻസിപ്പൽ ഫോക്കസിനും ഇടയിൽ ഇരിക്കുന്ന ഓബ്ജക്റ്റിൻ്റെ വളരെ വലിയ നിവർന്ന ഇമേജ് ഉണ്ടാക്കാൻ കഴിയുമെന്ന വസ്തുതയാണ് ഈ സന്ദർഭങ്ങളിലെല്ലാം നാം പ്രയോജനപ്പെടുത്തുന്നത്. മുഖം അല്ലെങ്കിൽ പല്ല് ഏതാണോ നാം നിരീക്ഷിക്കുന്നത് ആ വസ്തു മിററിനോട് അടുത്ത് പിടിക്കുമ്പോൾ അത് മിററിനും പ്രിൻസിപ്പൽ ഫോക്കസിനും ഇടയിലാകുകയും അപ്പോൾ മുഖം അല്ലെങ്കിൽ പല്ല്, അതായത് നിരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തു മിററിൻ്റെ പോളിനും ഫോക്കസിനും ഇടയിലാകുമ്പോൾ സാധാരണഗതിയിൽ ശ്രദ്ധയിൽപ്പെടാത്ത വളരെ ചെറിയ അടയാളങ്ങൾ പോലും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ചോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? മേക്കപ്പ് മിററായും ഷേവിംഗ് മിററായും മറ്റും കോൺകേവ് മിററുകൾ ഉപയോഗിക്കുന്നത് അതിൽ അതിൻ്റെ പോളിനും ഫോക്കസിനും ഇടയിലിരിക്കുന്ന വസ്തുവിൻ്റെ എൻലാർജ്ഡ് ഇമേജ് ഉണ്ടാക്കുവാൻ കഴിയും എന്ന സവിശേഷത പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് എന്നതാണ്. ഇനി നമുക്ക് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പരിശോധിക്കാം. എൻ്റെ കയ്യിൽ ഒരു കോൺകേവ് മിററുണ്ട്. 18 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു കോൺകേവ് മിററാണിത്. ആ കോൺകേവ് മിററിന് ഞാൻ ഒരു സ്റ്റാൻഡിൽ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റാൻഡിൽ എൻ്റെ കോൺകേവ് മിറർ ഞാൻ ഉറപ്പിച്ചു. അത് ഞാൻ സൗകര്യം അടയാളപ്പെടുത്തി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് 18 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ മിററിൽ നിന്നും 18 സെൻറ്റിമീറ്റർ അകലത്തിലായിരിക്കും ഇതിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പോൾ ഈ ഭാഗത്തായിരിക്കും പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ അവിടെ എഫ് എന്ന് അടയാളപ്പെടുത്തി ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത്.
18 സെൻറ്റിമീറ്റർ അകലത്തിൽ. വീണ്ടും ഒരു 18 സെൻറ്റിമീറ്റർ അകലത്തിലായിരിക്കണം ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ ഇവിടെ ആയിരിക്കും സെൻറ്റർ ഓഫ് കർവേച്ചർ വരിക. അപ്പോൾ മൊത്തം ഈ ഡിസ്റ്റൻസ് 36 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ എഫ് സി ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഓബ്ജക്റ്റ് ഇവിടെ വയ്ക്കുകയാണ്. ഞാനിവിടെ ഒരു മെഴുകുതിരിയാണ് ഓബ്ജക്റ്റായിട്ട് വെച്ചിട്ടുള്ളത്. ഞാൻ അത് കത്തിച്ച് ഇവിടെ വയ്ക്കുകയാണ്. അപ്പോൾ കത്തുന്ന ഒരു മെഴുകുതിരി ഓബ്ജക്റ്റായി പരിഗണിച്ചുകൊണ്ട് മിററിൻ്റെ സിക്കും എഫിനും ഇടയിൽ അത് കത്തിച്ചു വെച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. കോൺകേവ് മിററിനെ സംബന്ധിച്ചിടത്തോളം സിക്കും എഫിനും ഇടയിലാണ് ഓബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഇമേജ് ഉണ്ടാവുക സിക്ക് അപ്പുറമായിരിക്കുന്നു പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനപ്പുറം എവിടെയെങ്കിലും ആയിരിക്കും ഇമേജ് ഉണ്ടാവുക. ഞാനൊരു സ്ക്രീൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സ്ക്രീൻ വയ്ക്കുമ്പോൾ സ്ക്രീനിൽ ഇമേജ് കാണാം, പക്ഷേ എവിടെയാണ് ക്ലാരിറ്റി കൂടുതൽ നോക്കാം. ഇത് ബ്ലേഡായി വന്നിട്ടുണ്ട്. ഇത് മോശമായി ഏതാണ്ട് ഇവിടെ ഒരു ഇമേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സിക്കും എഫിനും ഇടയിൽ ഓബ്ജക്റ്റ് വെച്ചപ്പോൾ സിക്ക് അപ്പുറം ബിയോണ്ട് സി നമുക്ക് ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ അല്പം ഒന്ന് മാറ്റുകയാണ്. ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ നിങ്ങൾ കാണാം അവിടെ ഇമേജ് വ്യക്തതയില്ലാത്തതായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? മിററിൽ നിന്നും ഓബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് മാറുമ്പോൾ ഇമേജിൻ്റെ പൊസിഷനും മാറുമെന്നാണ്. ഞാൻ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇമേജ് പുതിയ സ്ഥാനത്തായി. അപ്പോൾ ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാറി, ഇമേജിൻ്റെ പൊസിഷൻ മാറി. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മിററിനെ സംബന്ധിച്ചിടത്തോളം അതിലെ ഓബ്ജക്റ്റിൻ്റെ പൊസിഷനും ഇമേജിൻ്റെ പൊസിഷൻ തമ്മിൽ ഒരു കൃത്യമായൊരു ബന്ധമുണ്ട്, കൃത്യമായ ഒരു റിലേഷനുണ്ട്. അപ്പോൾ നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഫോക്കൽ ലെങ്തിനെ നമ്മൾ സ്മോൾ ലെറ്റർ എഫ് കൊണ്ടാണ് സൂചിപ്പിക്കുക. മിററിൽ നിന്നും ഓബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ യു എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. മിററിൽ നിന്നും ഇമേജിലേക്കുള്ള ദൂരത്തെ വി കൊണ്ടുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോക്കൽ ലെങ്ത് എഫ്, ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു, ഇമേജ് ഡിസ്റ്റൻസ് വി. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇത് മൂന്നും തമ്മിൽ എന്താണ് ബന്ധമെന്ന, അതായത് ഒരു മിററിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫോക്കൽ ലെങ്ത്തും ഓബ്ജക്റ്റ് ഡിസ്റ്റൻസായ യു, ഇമേജ് ഡിസ്റ്റൻസായ വി എന്നിവ തമ്മിൽ എന്താണ് ബന്ധമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കിതിനെ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? പ്രൂവ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ, കൃത്യമായി പറഞ്ഞാൽ 12ാം ക്ലാസ്സിലാണ് പഠിക്കുക. ഇവിടെ നമുക്ക് ഒരു പരീക്ഷണ പ്രവർത്തനത്തിലൂടെ കൃത്യമായി ഇത് കണ്ടെത്താൻ കഴിയും. അപ്പോൾ നമ്മൾ കണ്ടെത്താൻ പോകുന്നത് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ യു, വി ആൻഡ് എഫ്, ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ് ആൻഡ് ഫോക്കൽ ലെങ്ത് ഓഫ് എ മിറർ. അപ്പോൾ നമുക്കിനി പരിശോധിക്കാം. ഒരു മെഴുതിരി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെച്ചിരിക്കുന്നത് സി ക്യു എഫിനിടയിലാണ്. ഞാൻ എന്ത് ചെയ്യാൻ പോണു? ഈ മിററിൽ നിന്നും ഈ ഓബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ അളക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് 30 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഞാൻ ഓബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യക്തമായൊരു ഇമേജ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? ഇപ്പോൾ യു 30 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പട്ടികയിൽ ഞാനത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യു ഈസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ. ഇനി ഞാൻ ഈ സമയത്ത് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ഒന്ന് നോക്കുകയാണ്. 47 സെൻറ്റിമീറ്ററാണ് കിട്ടുക. അതായത് ഇപ്പോൾ മിററിൽ നിന്നും ഇമേജിലേക്ക് 47 സെൻറ്റിമീറ്റർ നീളമുണ്ട്. അത് നമ്മൾ കുറിച്ച് വെച്ചു. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റാം. ഞാൻ ഈ ഓബ്ജക്റ്റ് കുറച്ച് സിക്ക് അപ്പുറം മാറ്റി വെച്ചു. ഇതെവിടെ വെച്ചു എന്ന് വിചാരിക്കുക. ബിയോണ്ട് സി ആണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇമേജ് എവിടെ പ്രതീക്ഷിക്കാം? സിക്ക് അപ്പുറം വസ്തു വയ്ക്കുമ്പോൾ ഈ ഭാഗത്തായിരിക്കും സി ക്യു എഫിനിടയിലായിരിക്കും ഇമേജ് ഉണ്ടാവുക. അപ്പോൾ നമുക്കത് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ഇമേജ് കാണാം. ഓക്കെ, ക്ലിയർ ഇമേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വസ്തു ഇവിടെ വെച്ചു, ഓബ്ജക്റ്റ് ഇവിടെ വെച്ചു. ഓബ്ജക്റ്റിൽ നിന്നും ലൈറ്റ് കണ്ണാടിയിലെത്തി റിഫ്ലക്റ്റ് ചെയ്ത് ഇമേജ് ഇവിടെ ഉണ്ടാകുന്നു. സിക്കും എഫിനും ഇടയ്ക്ക് ഇമേജ് ഉണ്ടാകുന്നു. ഞാൻ വീണ്ടും
യു മെഷർ ചെയ്യാണ്, അതായത് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാണ്. ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ $64 കിട്ടുക. അതായത് ഇപ്പോൾ ഓബ്ജക്റ്റ് ഇരിക്കുന്നത് മിററിൽ നിന്നും 64 സെൻറ്റിമീറ്റർ അകലത്തിലാണ്. അപ്പോൾ യു ഈക്വൽ ടു 64 ആണ്. ഇനി ഇമേജിലേക്കുള്ള ദൂരം ഒന്ന് അളന്ന് നോക്കാം. 26 ആണ് കിട്ടുക. അപ്പോൾ ഇപ്പോഴത്തെ ഇമേജ് ഡിസ്റ്റൻസ് 26ഉം അതും ഞാൻ ആ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി ഈ രണ്ട് വാല്യൂസ് പരിഗണിച്ചുകൊണ്ട് ഇവ തമ്മിലുള്ള ബന്ധം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. നമ്മൾ ചെയ്ത പരീക്ഷണത്തിലൂടെ ലഭിച്ച ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു, ഇമേജ് ഡിസ്റ്റൻസ് വി എന്നിവയാണ് ഈ ടേബിളിൽ ഉള്ളത്. ഈ വിലകൾ മിററിൻ്റെ ഫോക്കൽ ലെങ്ത്തുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് നാം പരിശോധിക്കാൻ പോകുന്നത്. ഈ പട്ടികയിലെ മൂന്നാമത്തെ കോളത്തിൻ്റെ ടൈറ്റിൽ എന്താണെന്ന് നോക്കൂ. യു വി ബൈ യു പ്ലസ് വി. നമുക്ക് ആ എക്സ്പ്രഷനിലേക്ക് യു വി എന്നീ വിലകൾ കൊടുത്ത് അതൊന്ന് കണക്കാക്കി നോക്കാം. ഇതനുസരിച്ച് ഒന്നാമത്തെ വരിയിൽ നമുക്ക് കിട്ടുന്നത് 30 into 47 divided by 30 plus 47 equal to 18.3 സെൻറ്റിമീറ്റർ എന്നാണ് ലഭിക്കുന്നത്. ഇനി രണ്ടാമത്തെ റോ നോക്കൂ. അവിടെ യു 64 ആണ്, വി 26 ആണ്. വീണ്ടും വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 64 into 26 ഡിവൈഡഡ് ബൈ 64 പ്ലസ് 26 ഈക്വൽ ടു 18.4 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. രണ്ട് റോയിൽ നമുക്ക് കിട്ടിയ വിലകൾ തമ്മിൽ നേരിയ വ്യത്യാസമുണ്ട്. ഇനി കൃത്യതയ്ക്ക് വേണ്ടി നമുക്ക് ആ രണ്ട് വിലകളുടെയും ആവറേജ് കണക്കാക്കാം. ആവറേജ് കണക്കാക്കാൻ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ആഡ് ചെയ്യുക, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 18.3 പ്ലസ് 18.4 ആഡ് ചെയ്തതിനു ശേഷം രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 18.35 എന്നാണ് കിട്ടുക. അതിനെ ഹോൾ നമ്പറായി റൗണ്ട് ചെയ്ത് എഴുതുമ്പോൾ 18 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. അതായത് യു വി ബൈ യു പ്ലസ് വിയുടെ വാല്യൂ 18 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. പരീക്ഷണത്തിലൂടെ ലഭിച്ച യു വി വിലകളുടെ പ്രോഡക്റ്റിനെ അവയുടെ സം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത് 18 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഈ കിട്ടിയ സംഖ്യയും നാം പരീക്ഷണത്തിന് ഉപയോഗിച്ച മിററിൻ്റെ ഫോക്കൽ ലെങ്ത് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഫോക്കൽ ലെങ്തിൻ്റെ അതേ വാല്യൂ തന്നെയല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത് നോക്കൂ. അതായത് ഒരു മിററിനെ സംബന്ധിച്ചിടത്തോളം മിററിൻ്റെ ഫോക്കൽ ലെങ്ത് യു വി ബൈ യു പ്ലസ് വിക്ക് തുല്യമായിരിക്കുമെന്നാണ് ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നമ്മൾ കോൺകേവ് മിറർ ഉപയോഗിച്ച് മാത്രമാണ് ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത്. ഏത് തരം മിറർ ഉപയോഗിക്കുമ്പോഴും ഇത് ശരിയാകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ റിസൾട്ടിനെ നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതാം. അഥവാ ഏതൊരു മിററിനെ സംബന്ധിച്ചിടത്തോളവും ഇത് ശരിയായിരിക്കും. എഫ് ഇസ് ഈക്വൽ ടു യു വി ബൈ യു പ്ലസ് വി ആയിരിക്കും. ഇനി ഈ റിലേഷൻ നമുക്ക് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി എഴുതാം. ആ മാറ്റി എഴുതുന്ന രീതി നിങ്ങൾ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതായാലും ഞാനത് എത്തിച്ചേർന്ന് എങ്ങനെയാണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫൈനൽ റിസൾട്ട് കൃത്യമായി ഓർത്തു വയ്ക്കുക. അപ്പോൾ ഒരു റിസൾട്ട് എഫ് ഇസ് ഈക്വൽ ടു യു വി ബൈ യു പ്ലസ് വി. ഇനി ഈ കാണുന്നത് പോലെ റീ അറേഞ്ച് ചെയ്താൽ 1/f ഈക്വൽ ടു 1/v പ്ലസ് 1/u എന്നാ കിട്ടുക. ഒന്നുകൂടെ നോക്കൂ. 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u. Reciprocal of the focal length is equal to reciprocal of the image distance plus reciprocal of the object distance. ഇത്തരത്തിലുള്ളൊരു ഫോർമുല നിങ്ങൾ ഒന്നാമത്തെ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്ററുകളെ പാരലായി കണക്ട് ചെയ്യുമ്പോൾ സമാനമായൊരു ഫോർമുല നിങ്ങൾ പഠിച്ചു. 1/r ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2. അതിന് സമാനമായ ഒരു ഇക്വേഷനാണ് ഇവിടെ. അപ്പോൾ കാൽക്കുലേഷൻ്റെ കാര്യത്തിൽ
ആ ചാപ്റ്ററിൽ ഉപയോഗിച്ച ആ മെത്തേഡ് ഇവിടെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അവസാനമായി പറയുന്നു, ഒരു മിററിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫോക്കൽ ലെങ്ത്, ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ് എന്നിവ തമ്മിൽ രണ്ട് തരത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഒന്ന്, എഫ് ഇസ് ഈക്വൽ ടു യു വി ബൈ യു പ്ലസ് വി, ഓർ 1/f ഇസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u. അപ്പോൾ ഇതുപയോഗിച്ചുള്ള ന്യൂമറിക്കൽ പ്രോബ്ലം തരുമ്പോൾ സന്ദർഭം അനുസരിച്ച് നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഇക്വേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാലും റിസൾട്ട് കൃത്യമായി കിട്ടുക തന്നെ ചെയ്യും. ഇനി ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിലെ ഒന്നാമത്തെ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരു ഓബ്ജക്റ്റിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശരശ്മികൾ റിഫ്ലക്ഷന് ശേഷം അല്ലെങ്കിൽ റിഫ്രാക്ഷന് ശേഷം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോസസ്സിന് ശേഷം എവിടെ വെച്ചാണോ വീണ്ടും മീറ്റ് ചെയ്യുക, ആ മീറ്റ് ചെയ്യുന്ന സ്ഥാനത്ത് നമുക്ക് ആ ഓബ്ജക്റ്റിൻ്റെ ഇമേജ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അത് നമുക്ക് പരീക്ഷണത്തിലൂടെ ബോധ്യപ്പെടാം അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താം എന്നും പറഞ്ഞിരുന്നു. അതുകൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഞാനിപ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. സിക്ക് അപ്പുറമാണ് മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുള്ളത്. ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ തിയറി അനുസരിച്ച് സിക്ക് അപ്പുറം ഇരിക്കുന്ന ലൈറ്റ് പുറപ്പെട്ടാൽ അതെവിടെയാണ് എത്തുക എന്ന് നിങ്ങൾക്ക് ചിത്രം കണ്ടാൽ മനസ്സിലാകും. നമ്മൾ അന്ന് കണ്ട ചിത്രമാണ്. സിക്ക് അപ്പുറമുള്ള വസ്തുവിൽ പുറപ്പെടുന്ന ലൈറ്റ് ബീം കണ്ണാടിയിൽ തട്ടുന്നു, തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് സിക്കും എഫിനും ഇടയിലാണ് മീറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ തിയറി അനുസരിച്ച് എന്തുണ്ടാകണം? സിക്കും എഫിനും ഇടയ്ക്ക് ഇമേജ് ഉണ്ടാകണമല്ലോ. നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ പറയുന്ന സ്ഥലത്ത് നമ്മൾക്കൊരു സ്ക്രീൻ വെച്ച് നോക്കുമ്പോൾ അവിടെ ഇമേജ് ഉണ്ടാകുന്നുവെങ്കിൽ അവിടെ നമ്മുടെ പ്രവചനം ശരിയാണെന്ന് ഉറപ്പിക്കാൻ കഴിയും. അപ്പോൾ ഓബ്ജക്റ്റ് ഇവിടെ വെച്ചു, ലൈറ്റ് പോയാൽ റിഫ്ലക്റ്റ് ചെയ്ത് ഈ ഭാഗത്ത് എവിടെയോ ആണ് മീറ്റ് ചെയ്യുക എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നു. ആ പ്രവചനം ശരിയാണ് എങ്കിൽ നമ്മൾ ആ ഭാഗത്ത് സ്ക്രീൻ വയ്ക്കുമ്പോൾ ഇമേജ് കിട്ടണം. കറക്റ്റാണ്. ചിത്രത്തിൽ പറയുന്ന ഭാഗത്ത് ഇമേജ് കിട്ടുന്നുണ്ട്. ഇതിനെന്താ ബോധ്യം വന്നത്? പുറപ്പെട്ട പ്രകാശം എവിടെയാണോ മീറ്റ് ചെയ്യുക അവിടെ ഇമേജ് രൂപപ്പെടും. അതായത് ഓപ്റ്റിക്സ് പ്രവചിച്ച അതേ കാര്യം കൃത്യമായി ഇവിടെ നടക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ ക്ലാസ്സിൻ്റെ അബ്സ്ട്രാക്റ്റും തുടർന്ന് ഏതാനും പ്രാക്ടീസ് ചോദ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതുക. നന്ദി, നമസ്കാരം.